കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ബിടെക് വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മിച്ചി ബർപ്പുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് കോളേജ് മാനേജ്മെന്റിന്റെ തെറ്റായ നടപടികൾ മൂലമാണെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യമുണ്ട്. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നു. ബീന, വളരെ വലിയൊരു പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മിച്ചി ബർപ്പുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമായി ബന്ധപ്പെട്ട് കോളേജ് മാനേജ്മെന്റിനെതിരെ എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് വരുന്നത്? പ്രജിത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് കോതമംഗലത്ത് കോഴിപ്പള്ളിയിലെ വാടക വീട്ടിൽ മിച്ചി മാർപ്പുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആത്മഹത്യാ കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. അക്കാദമിക് ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട ആശങ്കയും അതുമൂലം ഇയർ ഔട്ട് ആകുമെന്ന ഭയവുമാണ് വിദ്യാർത്ഥിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന ആരോപണമാണ് ക്യാമ്പസിനെ പിടിച്ചുകുലുക്കുന്ന രീതിയിൽ പിന്നീട് വന്നത്. അതായത് കേരള സാങ്കേതിക സർവകലാശാല നിർദ്ദേശിക്കുന്ന കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ 18 ആണെന്നിരിക്കെ സ്വയംഭരണ പദവിയുള്ള MA കോളേജിൽ ഇത് 22 ആക്കി ഉയർത്തി നിശ്ചയിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആരോപണം. ഇത്തരത്തിൽ ആവശ്യത്തിന് ക്രെഡിറ്റ് സ്കോർ ലഭിക്കാത്തതിനാൽ ഇയർ ഔട്ട് ആകുമെന്നൊരു ഭയം ഈ വിദ്യാർത്ഥിയെ ബാധിച്ചിരുന്നു എന്നാണ് മറ്റ് സഹപാഠികളെല്ലാം ആരോപിക്കുന്നത്. എന്തായാലും ശനിയാഴ്ച രാത്രി മുതൽ തന്നെ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്ത് എത്തിയിരുന്നു. തുടർന്ന് വലിയ രീതിയിലുള്ള സമരപരിപാടികളും അവർ നടപ്പാക്കി. അതായത് കോളേജിലേക്കുള്ള വാഹനങ്ങൾ തടഞ്ഞും മുദ്രാവാക്യം വിളിച്ചും മറ്റു വലിയ പ്രതിഷേധമാണ് അവിടെ നടന്നത്. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ മാനേജ്മെന്റ് ആദ്യഘട്ടത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. ഇവർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളെല്ലാം തത്വത്തിൽ അംഗീകരിച്ചതായി പ്രിൻസിപ്പൽ വിദ്യാർത്ഥി പ്രതിനിധികളെ അറിയിക്കുകയും ചെയ്തു. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മരണത്തിൽ കൃത്യമായി പോലീസ് അന്വേഷണം നടത്തുക, ഒപ്പം തന്നെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ കോളേജ് അധികൃതർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകുക, അതുപോലെ വാക്കാൽ നൽകുന്ന ഈ ഉറപ്പുകളെല്ലാം ഔദ്യോഗികമായി സർക്കുലർ വഴി രേഖാമൂലം കൈമാറുക, സമരം ചെയ്ത കുട്ടികൾക്കെതിരെ യാതൊരുവിധ അച്ചടക്ക നടപടിയും സ്വീകരിക്കില്ലെന്ന് ഉറപ്പ് നൽകുക. ഇത്രയും ആവശ്യങ്ങളാണ് വിദ്യാർത്ഥി പ്രതിനിധികളും വിദ്യാർത്ഥി നേതാക്കളും ഉന്നയിച്ചത്. ഇതെല്ലാം പ്രാഥമിക ഘട്ടത്തിൽ കോളേജ് മാനേജ്മെന്റ് അംഗീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇത്തരത്തിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി അറിയിച്ചെങ്കിലും നഷ്ടപരിഹാരം സംബന്ധിച്ച് വ്യക്തമായ ഒരു പരാമർശം പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ സർക്കുലറിലോ അവരെ അറിയിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. സമരം ചെയ്ത കുട്ടികൾക്കെതിരെ നടപടിയെടുക്കില്ലെന്ന കാര്യവും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഈ സമഗ്ര അന്വേഷണം വേണമെന്ന കാര്യത്തിലും നടപടിയൊന്നും ഉണ്ടാകുന്നതായി അറിയുന്നുമില്ല. തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാർത്ഥികൾ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ഇന്നും വിദ്യാർത്ഥികൾ കോളേജ് കവാടത്തിൽ പ്രതിഷേധവുമായി കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഇത്തരത്തിലുള്ള ഉറപ്പുകൾ സർക്കുലറായി പുറത്തിറങ്ങുന്നത് വരെ അവർ സമരം തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവരാവശ്യപ്പെട്ട എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായി അംഗീകരിക്കുന്നത് വരെ ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകുമെന്ന നിലപാടിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ ഉള്ളത്. അതേസമയം ഇന്ന് വിദ്യാർത്ഥി നേതാക്കളുമായി മാനേജ്മെന്റ് ചർച്ച വെച്ചിട്ടുണ്ട്. ഈ ചർച്ചയുടെ ഫലം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളെന്ന് പിന്നീട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ചർച്ച കോളേജ് മാനേജ്മെന്റും വിദ്യാർത്ഥികളുമായി അവിടെ തുടരുന്നുണ്ട്.